നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ വന്നിരിക്കും. അതാണ് ഈ മണിയനീച്ച. മണിയൻ ജോത്സ്യൻ. ഉണ്ണി ഇപ്പൊ എന്താ പ്രശ്നം? ജോത്സ്യനെ നിങ്ങൾ എനിക്ക് തന്ന മണി പ്ലാന്റ് ഇല്ലേ, ഐശ്വര്യം വരുമെന്ന് പറഞ്ഞിട്ടേ അതവിടെ കൊണ്ട് നട്ടപ്പോ ഇങ്ങേരുടെ ആട് അത് കടിച്ചു തിന്നു എന്റെ പണം പോയല്ലേ? ഒരു കാര്യം ചെയ്യാം, എന്റെ അടുക്കള ഭാഗത്ത് കുറച്ച് മണി പ്ലാന്റ് നിൽപ്പുണ്ട്, ഞാൻ പറിച്ചു കൊണ്ട് തരാം. എന്റെ അല്ല, എന്റെ അനന്തരം ഒരു ഓസ്ട്രേലിയയിലുണ്ട്, അവിടെ കുറച്ച് മണി പ്ലാന്റ് നിൽപ്പുണ്ട്. അത് പറിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീണ്ടും ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് തന്നാ മതി. ഇനിയും 1.5 ലക്ഷം രൂപയോ? ഇപ്പൊ സംഭവിച്ചത് എന്നതാണ്, നിങ്ങളുടെ മണി പ്ലാന്റ് ഇവന്റെ ആട് തിന്നോ? അങ്ങനെ തിന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇനി രമണനെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യം വന്ന് കുമിഞ്ഞുകൂടി വെച്ചടി കയറ്റമായിരിക്കും. എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. ചുമ്മാ മണി പ്ലാൻ എന്നത് സംഭവം. രക്ഷപ്പെട്ടോ? എന്നാ നീ ഇന്നലെ എന്റെ കടയിൽ ലോട്ടറി എടുത്തോ? അതിന് പൈസ ഞാൻ തന്നു. പൈസ അതല്ല, ഞാൻ നിനക്ക് കുറെ പൈസ അങ്ങനെ അറിയാൻ വേണ്ടി വന്നോ. എടാ പൊട്ട, നീ എടുത്ത ലോട്ടറിക്ക് 50,000 രൂപ അടിച്ചു നിനക്ക്. 50,000? ആ നേരോ? അതെ. അയ്യോ, രമണ, ഞാൻ പറഞ്ഞത് കണ്ടോ? ഇനി നിനക്ക് വെച്ചടി ഐശ്വര്യത്തിന്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും. കാരണം ഈ മണിയിൽ നിന്റെ ആട് നിന്നുകൊണ്ട് ഇനി സൗഭാഗ്യം നിനക്കാണ്. ഒരു മിനിറ്റ്. ഹലോ സാറ്, ഭയങ്കര ഇപ്പൊ വരുമായിരുന്നു, ലോൺ എടുക്കാൻ വരും. 5 ലക്ഷം ഉണ്ടല്ലോ. ഇല്ലേ? എന്ത് പറ്റി സാറ്? ആണോ? ഇനി ആ ലോൺ 5 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ഇനി സെക്യൂരിറ്റി കെട്ടണമെന്ന്. നിങ്ങളുടെ ഐശ്വര്യം പോയി. ഐശ്വര്യം ഇവന്റെ ആടിനാണ്, ഇനി ഐശ്വര്യം രമണനാണ്.